ഓം ഗം ഗണപതയേ നമഃ. ഓം ശ്രീ സുബ്രഹ്മണ്യായ നമഃ. ഓം ശ്രീ സൂര്യാദി സർവഗ്രഹേഭ്യോ നമഃ. എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാർച്ച് മാസത്തിലെ 12 രാശിക്കാർക്കും എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം. ഇപ്പോൾ മേടം രാശി ആദ്യമായിട്ട്, ഇതിലെ അശ്വതി, ഭരണി, കാർത്തിക, കാല ഈ 3 നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത്. ഇവർക്ക് മാർച്ച് 14 വരെ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, പുതിയ സ്ഥാനമാനങ്ങൾ, അഭിമാനം ഉണ്ടാകുക, പുതിയ ജോലി ലഭിക്കുക, അതുപോലെ തന്നെ ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾക്കുമൊക്കെ സാധ്യത ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശമൊക്കെയും സാധിച്ചു കിട്ടുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 15 മുതൽ അത്ര അനുകൂലനല്ലാതെയാണ് വരിക. സ്ഥാനഭ്രംശത്തിന് സാധ്യതയുണ്ട്, അധിക ചിലവ് വരുന്നതിന് സാധ്യതയുണ്ട്, ദൂരയാത്ര, ബന്ധുമിത്രാദികളുമായിട്ട് സ്നേഹിതരുമായിട്ടും ഒക്കെ ചില കലഹത്തിനോ അഭിപ്രായ വ്യത്യാസത്തിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു. പൊതുവേ നഷ്ടങ്ങൾക്കാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ഓം നമഃശിവായ ജപിക്കുക, മഹാദേവന് കൂവളമാല, ധാര തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. അപ്പോഴിതിൻ്റെയൊക്കെ ഒരു ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ കുജൻ 3-ാം ഭാവത്തിൽ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, നല്ല ആഹാരം, ശത്രുപരാജയം, സുഖം, ആഭരണങ്ങളൊക്കെ ലഭിക്കുന്നതിന് സാധ്യത തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. പലയിടത്തും കാര്യതടസ്സങ്ങൾ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. പലരുമായിട്ടും വഴക്ക് കൂടുന്നതിനൊക്കെ ഒരു സാധ്യത കാണുന്നു. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അത് ദോഷം കുറച്ച് കിട്ടുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂല ഭാവമായ 2-ാം ഭാവത്തിലാണെങ്കിലും വേദദോഷം ഭവിക്കുന്നത് കാരണം അനുകൂലനല്ലാതെ ആയിരിക്കുകയാണ്. നല്ല കാര്യത്തിനായിട്ടാണെങ്കിലും ധനം അധികമായിട്ട് ചിലവാകുന്നതിന് സാധ്യതയുണ്ട്. വസ്തു സംബന്ധമായിട്ടുള്ള ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വീട് വിട്ടുപോകേണ്ടി വരിക, വിശ്വാസ വഞ്ചനയ്ക്കും മറ്റും പാത്രീഭൂതരാകേണ്ടി വരിക, ഇതിനൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതിൻ്റെ ഒരു ദോഷം കുറഞ്ഞു കിട്ടും. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് നല്ലതാണ്. അത് വ്യാഴാഴ്ച ദിവസങ്ങളിലോ അല്ലെങ്കിൽ പക്കപ്പിറന്നാൾ വരുമ്പോഴോ ചെയ്യിച്ചോളൂ, നല്ലതാണത്. എന്നാൽ 6, 8, 10 ഭാവങ്ങളിലോട്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് വളരെ അനുകൂലമാണ്. ജോലി സ്ഥലത്ത് അനുകൂലമായിട്ട് വരും. അത് നിത്യ വരുമാനത്തിലൊരു ഉയർച്ച ഉണ്ടാകും. കർമ്മസ്ഥലം മെച്ചപ്പെടുന്നതിന് സാധ്യതയുണ്ട് പൊതുവെ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല. പലയിടത്തും വിഘ്നങ്ങൾ വരുത്തുന്നതിനും ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള ഒക്കെ മോഷണം പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനലാഭം, ബന്ധുക്കൾ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക, അധികാരപ്രാപ്തി ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, പിന്നെ ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ ഒരു സന്തോഷപ്രദമായ ഒരു ജീവിതം തരുന്നതാണ്. നല്ല ഫലങ്ങൾ തരുന്നതാണ് ശനി. പിന്നെ രാഹു അനുകൂലനല്ല, നന്ന് ചിലവ് വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ സർപ്പപൂജ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ശിവക്ഷേത്രത്തിൽ ധാരയോ കൂവളമാലയോ ഒക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാമന്ത്രം, ഓം നമഃശിവായ, ഇതൊക്കെ 108 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക. ഈ രാഹുവിൻ്റെ ദോഷങ്ങൾ കുറയും. പക്ഷേ പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ്, നല്ല ഫലങ്ങൾ തരുന്നതാണ്. ശത്രുനാശം ഉണ്ടാകുക, രോഗശമനം ഉണ്ടാകുക തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. ഇനി ഇടവക്കൂറ്.
കാർത്തിക മുക്കാല്, രോഹിണി, മകയിരം പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല നേട്ടങ്ങളൊക്കെ തരും. ധനലാഭം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുസമാഗമം ഉണ്ടാകുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടുക, പിന്നെ അധികാരികളുടെ ഒക്കെ ഒരു നല്ല സഹായം ലഭിക്കുക, പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, നല്ല അഭിമാനം ഉണ്ടാകുക, ആരോഗ്യം അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ കുജൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. അപ്പോൾ വക്രഗതിയിൽ ആണ്, അതുകൊണ്ട് അത്ര തന്നെ ദോഷപ്രദൻ അല്ല എന്ന് വേണം കരുതാൻ. എങ്കിലും കടുത്ത വാക്കുകൾ മൂലമുള്ള ക്ലേശങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ശത്രുത ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക. ധനക്ലേശത്തിന് ഒരു സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യാൻ നല്ലതാണത്. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ്. ആരോഗ്യം, സുഖം, പ്രശംസ, ധനാഗമനം, ബന്ധുസ്നേഹം, ബന്ധുക്കൾ മൂലം നേട്ടങ്ങൾ തുടങ്ങിയ വളരെയേറെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ബുധൻ. അപ്പോൾ വ്യാഴൻ പക്ഷേ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. നല്ല മനോവിഷമം, മനക്ലേശം ഉണ്ടാകാം, അധികമായിട്ടുള്ള ചെലവ് വരാം, സർക്കാർ മൂലമായിട്ടൊക്കെ ചില മനക്ലേശങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾ, ജോലി മാറ്റത്തിനോ ജോലി സ്ഥലത്ത് ചില മാറ്റത്തിനോ ഒക്കെയും സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അത് നല്ലതാണ്. സഹസ്രനാമ അർച്ചന വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരിടത്ത് നടത്തുക. ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും, പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ. അതുപോലെ വ്യാഴാഴ്ച ദിവസങ്ങളിലൊക്കെ ഓഫീസിലൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരുമായിട്ടൊന്നും വാക്ക് തർക്കത്തിലൊന്നും ഇടപെടാനോ ഒന്നും പാടില്ല. ജോലിക്കൊന്നും പെൻഡിങ്ങൊന്നും വെക്കാൻ പാടില്ല. അതൊക്കെ വളരെയേറെ ക്ലേശത്തിനായിട്ട് വഴിയൊരുക്കുന്നതാണ്. എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി 5, 7, 9 ഭാവങ്ങളിലോട്ടുള്ളത് നല്ലത് തന്നെയാണത്. സന്താനഭാഗ്യം, സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക, പിതാവ് മൂലം നേട്ടം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, അതുപോലെ വിദേശത്തൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവരെ അതിന് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, പ്രതാപം ഉണ്ടാകുക, സർവ്വ വിജയം ഉണ്ടാകുക, ധനാഗമനം ഉണ്ടാകുക, ഉത്തമമായ ആഹാരം ലഭിക്കുക, ഭയങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ. പിന്നെ ശനി കണ്ടകശനിയായിട്ട് സഞ്ചരിക്കുന്നു. കർമ്മസ്ഥലത്ത് ചില ക്ലേശങ്ങൾ, ഹെൽത്ത് സംബന്ധമായ ക്ലേശങ്ങൾ, ജോലി സ്ഥലത്തെ ചില മാറ്റങ്ങളൊക്കെ വരുന്നതിനും സാധ്യത ഉണ്ട്. ജോലി തന്നെ മാറേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് നടത്തുന്നത് പക്കപ്പിറന്നാൾ തോറും ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ ഈ കണ്ടകശനി മാർച്ച് 29-ാം തീയതിയോടെ തീർന്നു കിട്ടുകയാണ് എന്നത്തേക്കുമായിട്ട്. അതായത് ഈ ദോഷങ്ങളൊക്കെ മാർച്ച് 29-ാം തീയതി വരെ ഉള്ളൂ. 29-ാം തീയതി ശനി ഇവർക്ക് 11-ാം ഭാവത്തിൽ വരികയാണ്. ഇവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. 29 മുതൽ 2 കൈയും കൊണ്ടും അനുഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാണ് ശനിയുടേത്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ശനി വളരെയേറെ ക്ലേശിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെ ബദലായിട്ട് അടുത്ത 2.5 വർഷത്തേക്ക് നല്ല നേട്ടങ്ങളും ലാഭങ്ങളും ഒക്കെ തന്നെ തരുന്നതാണ്. മാർച്ച് 29 മുതൽ അങ്ങോട്ടുള്ള 2.5 കൊല്ലം നല്ല ധനലാഭം, രോഗശമനം, അധികാരപ്രാപ്തി, ബഹുമാനം, ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ തരുന്നതാണ്. ഇത് അടുത്ത 2.5 വർഷത്തേക്ക് ഉണ്ടാകും. കഴിഞ്ഞ 10 വർഷം കൊണ്ടുള്ള ക്ലേശങ്ങൾ ഇതോടെ തീർന്നു. കണ്ടകശനി തീർന്നു കിട്ടി, രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ്, എന്നാൽ പല നേട്ടങ്ങളും തരുന്നതാണ്. പക്ഷേ കേതു ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. നല്ല ടെൻഷൻ ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് സന്താനങ്ങൾ മൂലമായിട്ടോ സ്നേഹിതർ മൂലമായിട്ടോ ബന്ധുക്കൾ മൂലമായിട്ടോ ഒക്കെ ഉള്ള നല്ല ക്ലേശങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്.
അപ്പോൾ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു കുറവ് വരുന്നതാണ്. ഗണപതി ഭഗവാൻ ഒരു നാളികേര ഉടയ്ക്കലോ ഏറുതേങ്ങ, അതായത് ഒരു ഗണപതി ഹോമം പിറന്നാൾ ചെയ്യലോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ, കേതുവിൻ്റെ ദോഷത്തിനൊക്കെ ഒരു കുറവ് കിട്ടുന്നതാണ്. ഓം ഗം ഗണപതയെ നമ എന്ന ഗണപതി മൂലമന്ത്രം ജപിച്ചോ 108 പ്രാവശ്യം കാലത്തും വൈകിട്ടും ജപിച്ചോ, അതും നല്ലത് തന്നെയാണ്. കേതുവിൻ്റെ ദോഷം കുറച്ച് കിട്ടും. ഇനി മിഥുനക്കൂറ്. മകയിരം, പകുതി, തിരുവാതിര, പുണർതം, മുക്കാല്, ഇവർ ഈ 3 രാശികളാണ്, ഈ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ ഉള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ധനഹാനി, വരവ് കുറവ്, രോഗക്ലേശങ്ങളെ, അപമാനമൊക്കെ സഹിക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാലയൊക്കെ വഴിപാട് നടത്തുക, ദോഷം കുറയുന്നതിന് സാധ്യതയുണ്ട്. ഓം നമഃശിവായ എന്ന് ജപിക്കുന്നതും നല്ലത് തന്നെയാണ്. എന്നാൽ 15-ാം തീയതി മുതൽ വളരെ അനുകൂലനാണ്. ധനലാഭം, ആരോഗ്യം അനുകൂലമായി വരിക, ബന്ധുസമാഗമം ഉണ്ടാകുക, സർവാഭിഷ്ട ലാഭം ഉണ്ടാകുക എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെയും ഏകദേശമൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. അധികാരികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഒക്കെ ആയിട്ട് പല നേട്ടങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും ഒരു സാധ്യതയുണ്ട്. പുതിയ ജോലി കിട്ടുന്നതിനും നല്ല സാധ്യതയുണ്ട്. പൊതുവെ വളരെ നല്ല സമയമായിട്ട് വരികയാണ് ഈ 15-ാം തീയതിക്ക് ശേഷം, 15-ാം തീയതി മുതൽ അങ്ങോട്ട്. പക്ഷേ കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും ഒക്കെ ആയിട്ട്, ഭാര്യയും ഒക്കെ ആയിട്ടോ ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്കൊരു പുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ എന്തെങ്കിലും നമുക്ക് കഴിയുന്ന അനുസരിച്ച് യഥാശക്തി വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ദോഷം കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പുതിയ സ്ഥാനമാന ലാഭം ഉണ്ടാകുക, ശത്രുപരാജയം ഉണ്ടാകുക, ധനലാഭം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ വ്യാഴൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. നല്ല കാര്യത്തിനായാലും അധികമായിട്ടുള്ള ധനച്ചെലവ്, ധനക്ലേശം, വസ്തു സംബന്ധമായിട്ടുള്ള തർക്കങ്ങളുണ്ടാകുക, ദൂരയാത്ര, വിശ്വാസവഞ്ചന തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. അത് ദോഷങ്ങളൊക്കെ കുറച്ച് കിട്ടും. അതുപോലെ വിഷ്ണു ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. എന്നാൽ ഏപ്രിൽ 2-ാം തീയതി മുതൽ ഇത് നേരെ വിപരീതനാകുന്നതാണ്. വളരെ അനുകൂലനായിട്ട് വരുന്നതാണ്. വ്യാഴത്തിന് വേദദോഷം ഭവിക്കുക കാരണം, വിപരീത വേദം ഭവിക്കുക കാരണം വ്യാഴം ഏപ്രിൽ 2-ാം തീയതി വരെ മുതൽ അങ്ങോട്ട് അനുകൂലനാകുന്നതാണ്. ക്ലേശം 2-ാം തീയതി വരെ ഉള്ളൂ, ഏപ്രിൽ 2-ാം തീയതി വരെ ഉള്ളൂ. പിന്നെ ശുക്രൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനഹാനി, മനക്ലേശം, സ്ത്രീകളുമായിട്ട് കലഹം ഉണ്ടാകുക, അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. പ്രത്യേകിച്ച് ലക്ഷ്മി ദേവിയുടെ നാമസ്തുതികളോ ഈ അഷ്ടോത്തര ശതമോ ലക്ഷ്മി സ്തവമോ ഇതൊക്കെ ഒന്ന് ജപിക്കുന്നത് നല്ലതാണ്. ലക്ഷ്മി ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഒരു നെയ്വിളക്കോ ഒരു പുഷ്പാഞ്ജലിയോ ചെയ്തു നല്ലത് തന്നെയാണ്. ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ ശനി അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനക്ലേശം, രോഗം, ദുഃഖം, പിതൃബന്ധുക്കൾ മൂലം ക്ലേശം, പിതാവിന് ക്ലേശമേ, നല്ല കാര്യത്തിന് തടസ്സങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുക. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശനിയാഴ്ച ദിവസം അതുപോലെ ശനിയുടെ നക്ഷത്രമായ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും അത്ര അനുകൂലമല്ല. പല തടസ്സങ്ങൾക്കും ദുഃഖങ്ങൾക്കുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. പിന്നെ രാഹുകേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ്. ജോലി സംബന്ധമായോ ഹെൽത്ത് സംബന്ധമായിട്ടോ ഒക്കെ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്, മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ ധാര, ഗോളമാല ചാർത്തുക, സർപ്പപൂജ നടത്തുക, ഓം നമഃശിവായ ജപിക്കുക, ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാവും.
പിന്നെ ഗണപതി പ്രീതി വരുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഒരു മാല ചാർത്തൽ, നെയ്വിളക്ക്, ഒരു ഏറുതേങ്ങ, എന്തെങ്കിലുമൊക്കെ ഒരു വഴിപാട് കഴിവിനനുസരിച്ചൊന്ന് ചെയ്തോ. ഒരു ഗണപതി ഹോമം അടുത്തുള്ള ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന രീതിയിൽ അതും വളരെയേറെ നല്ലതാണ് നമ്മുടെ നാള് വരുന്ന ദിവസങ്ങളിലെ. അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷവും കുറഞ്ഞു കിട്ടും. ഇനി കർക്കിടകക്കുറെ. പുണർദം, കാല, പൂയം, ആയില്യം ഈ 3 നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. ശത്രുക്കളുമായിട്ട് വഴക്ക്, പത്നീകോപം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, മനസമാധാനമില്ലാതെ ആകുക, ബന്ധു വിരഹം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവനെ ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറയും. ഈ ശിവരാത്രി വരുന്ന ദിവസങ്ങളിൽ, ശിവരാത്രി ദിവസത്തിൽ ശിവന് തീർച്ചയായിട്ടും ഒരു കൂവളമാല ചാർത്താൻ നോക്ക്. ഒരു കുറച്ച് കൂവളത്തിൻ്റെ ഇല ലൂസായിട്ട് കൊടുത്തിട്ട് ഒരു അർച്ചന ചെയ്യുക, വളരെ നല്ലതാണത്. വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ്. ശിവരാത്രി ദിവസം മഹാദേവന് കൂവളമാല ചാർത്തലോ കൂവളത്തില കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മുൻജന്മ ദോഷങ്ങൾ പോലും തീർന്നു കിട്ടുന്നതാണ്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ധനവ്യയം ഉണ്ടാകുക, അധികമായിട്ടുള്ള ചിലവ്, മനക്ലേശം, ബന്ധുവിരോധം ഉണ്ടാകുക, നേത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ക്ലേശങ്ങളോ, പിന്നെ ദൂരയാത്ര ചെയ്യേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാട് ചെയ്യുക. ഒരു നെയ്വിളക്ക് കത്തിക്കലോ അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലിയോ ഒരു മാല ചാർത്തലോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുക, നല്ലതാണ്. അത് ദോഷം കുറഞ്ഞു കിട്ടും. ബുധൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, കാര്യതടസ്സം, അപവാദം കേൾക്കേണ്ടി വരിക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചോ, അത് വളരെ നല്ലതാണ്. ഹരേ രാമ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഈ ബുധൻ മൂലമുണ്ടാകുന്ന സർവ്വദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ്. പിന്നെ വ്യാഴൻ അനുകൂല ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ 29-ാം തീയതി വരെ വ്യാഴൻ അനുകൂലനല്ലാതെ ആയിരിക്കുകയാണ്. വ്യാഴത്തിന് വേദദോഷം ഭവിക്കുക കാരണം നേരെ വിപരീതനാകുകയാണ് 29-ാം തീയതി വരെ. എന്നാൽ 29-ാം തീയതിക്ക് ശേഷം വളരെ അനുകൂലനായി വരുന്നതുമാണ്. പക്ഷേ 29-ാം തീയതി വരെ ശ്രദ്ധിക്കണം. ധനക്ലേശത്തിന് സാധ്യതയുണ്ട്, ദുഃഖം തരിക, ഭാഗ്യദോഷം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെ വിഷ്ണു ക്ഷേത്രത്തിലൊരു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തി ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. വ്യാഴത്തിന് ഈ വേദദോഷം മൂലമാണ് ഇങ്ങനെ വേദദോഷം മൂലമാണ് ഇങ്ങനെ വിപരീതനായത്. പക്ഷേ 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 3, 5, 7 ഭാവങ്ങളിലോട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്നത് വളരെ നല്ലതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം നേട്ടങ്ങളുണ്ടാകുക, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ, നല്ല ഫലങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അത് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി മൂലം. പക്ഷേ 29-ാം തീയതി വരെ പൊതുവെ അത്ര അനുകൂലനല്ല. എന്നാൽ 29-ാം തീയതി മുതൽ അങ്ങോട്ട് വ്യാഴൻ വളരെയേറെ അനുകൂലനായിട്ട് തീരുന്നതാണ്. ധനനേട്ടം, സ്ഥാനമാന ലാഭം, സർവകാര്യ വിജയമുണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അത് അനുകൂലമായി തുടക്കം കുറിക്കുക, ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒരു 90%-ഉം അത് സാധിച്ചു കിട്ടുന്നതാണ്. ശത്രുനാശം ഉണ്ടാകുക, ആനന്ദപ്രാപ്തി, പുതിയ ജോലി ലഭിക്കുക, ഉള്ള ജോലിയിൽ ഒരു പ്രൊമോഷനോ ശമ്പള വർധനവോ തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് ഈ 29-ാം തീയതി മുതൽ അങ്ങോട്ടുള്ള സമയം. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. നല്ല നേട്ടങ്ങളെ, ഭാഗ്യം അനുകൂലമായി വരിക, ധനനേട്ടം ഇതൊക്കെ തരുന്നതാണ് ശുക്രൻ 9-ാം ഭാവത്തിൽ. പിന്നെ ശനി 29-ാം തീയതി വരെ അഷ്ടമശനിയായിട്ട് തുടരുന്നു. ഉപദ്രവങ്ങൾ, ഭാഗ്യക്കുറവ്, ധനനഷ്ടം ഉണ്ടാകുക, ധനക്ലേശം ഉണ്ടാകുക, തടസ്സങ്ങൾ പലയിടത്തും ഉണ്ടാകുക, കാര്യപരാജയം ഉണ്ടാകുക തുടങ്ങിയ വളരെ ക്ലേശപ്രദമായിട്ടുള്ള സമയമാണ് 29-ാം തീയതി വരെ. എന്നാൽ 29-ാം തീയതി കൊണ്ട് അഷ്ടമശനി തീരുന്നതാണ്. കഴിഞ്ഞ 2.5 കൊല്ലം കൊണ്ട് വളരെ ഏറെ ക്ലേശിപ്പിച്ചിരുന്നതാണ്. അതിനൊരു കുറവ് വരുന്നതാണ്. കരയേണ്ട അവസ്ഥ വരെയും ഉണ്ടായിട്ടുണ്ടാകുക, അതിന് ഒക്കെ ഒരു മാറ്റം വരുന്നതാണ്. ആ അഷ്ടമശനി തീരുകയാണ് ഈ
29 ഇവർ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം അത്രയേറെ ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്നു കഴിഞ്ഞ 2 വർഷം കൊണ്ട്. ഇനിയും അനുഭവിക്കാൻ ബാക്കിയൊന്നുമില്ല എന്നാവും ഇവർക്ക് പറയാനുള്ളത്. പക്ഷേ ആ അഷ്ടമശനി ഇപ്പോൾ തീരുകയാണ്, രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. പിന്നെ രാഹു കേതുക്കൾ, രാഹു അത്ര അനുകൂലനല്ലാതെയാണ് നിൽക്കുന്നത്. ഭാഗ്യങ്ങളൊക്കെ കുറച്ച് തടസ്സപ്പെടുത്തുന്നതിന് സാധ്യതയുണ്ട്. പക്ഷേ കേതു വളരെ അനുകൂലനാണ്. രോഗശമനം ഉണ്ടാകുക, പല നേട്ടങ്ങളും തരുന്നതാണ്. അപ്പോൾ രാഹുവിൻ്റെ ദോഷം കുറയാനായിട്ട് ശിവപൂജ ചെയ്യുന്നത് നല്ലതാണ്, ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, സർപ്പപൂജ ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങളൊക്കെ കുറയും. ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്തു. പലയിടത്തും ഭാഗ്യക്കുറവ് വരുന്നുണ്ട്, അത് മാറിക്കിട്ടും. ഇനി ചിങ്ങക്കൂറ്, മകം, പൂരം, ഉത്രം, കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലെ. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. വീട്ടുകാരും സ്നേഹിതരുമായിട്ടും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുക, യാത്ര ചെയ്യേണ്ടി വരിക, ഉദരസംബന്ധമായ ക്ലേശങ്ങളുണ്ടാകുക, ഭാര്യാപുത്രാദികൾക്ക് രോഗദുരിതങ്ങളുണ്ടാകുക, ശത്രുക്കളുമായിട്ട് വഴക്ക് ഉണ്ടാകേണ്ടി വരിക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് കൂളമാല, ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷങ്ങളൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. ഓം നമഃശിവായ എന്നും ജപിക്കുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ധനധാന്യ വസ്ത്രാദി ലാഭങ്ങൾ ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, ഭൂമി ലാഭത്തിന് ഒരു തുടക്കം കുറിക്കുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ കുജൻ. പിന്നെ ബുധൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. വിഷ്ണു സഹസ്രനാമം എന്നും ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഹരേ രാമ മന്ത്രം, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത് കലിസന്തരണ മന്ത്രം എന്നാണ് പറയുന്നത്. ഇത് ജപിക്കുന്നതും വളരെ നല്ലതാണ്. ബുധൻ്റെ എല്ലാവിധമായ ദോഷങ്ങളും മാറിക്കിട്ടും. പിന്നെ വ്യാഴം അത്ര അനുകൂല ഭാവത്തിൽ അല്ല സഞ്ചരിക്കുക. സ്ഥാനഭ്രംശ ഭയമുണ്ടാകാം, ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാകാം, ആലസ്യം ഉണ്ടാകാം, അപവാദങ്ങളൊക്കെ കേൾക്കേണ്ടി വരുന്നതിനും ഒരു സാധ്യത ഉണ്ട്. പിന്നെ സന്താനങ്ങൾ മൂലം നല്ല ടെൻഷൻ ഉണ്ടാകാം തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അതുപോലെ സഹസ്രനാമം അർച്ചന ചെയ്യുക, ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. എന്നാൽ ഏപ്രിൽ 14 വരെ ഈ വിപരീതമായി വരുന്നതാണ് വ്യാഴം. അനുകൂലനായിട്ട് തന്നെ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. ഏപ്രിൽ 14 മുതൽ വ്യാഴത്തിന് ഈ വേദദോഷം ഭവിക്കുന്നുണ്ട്. അത് കാരണം വിപരീത വേദം ഉണ്ടാകുന്ന കാരണം വ്യാഴം വളരെ അനുകൂലനായി വരുന്നതാണ്. ശുക്രൻ ദോഷപ്രദനല്ല, അനുകൂലനാണ്. ധനലാഭം, ദുഃഖശമനം, സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി കണ്ടകശനിയായിട്ട് തുടരുന്നു. മനക്ലേശം, ധനക്ലേശം, ദൂരയാത്ര, ജീവിത പങ്കാളിക്ക് ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം ഒക്കെ വഴിപാടുകൾ നടത്തുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ല. മഹാദേവന് ധാര, കൂളമാല ചാർത്തൽ തുടങ്ങിയ വഴിപാടുകൾ ചെയ്യുക, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ദുർഗാദേവിക്ക് രക്തപുഷ്പാഞ്ജലി, ഗണപതിക്ക് നാളികേര ഉടയ്ക്കൽ പുഷ്പാഞ്ജലി, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദോഷങ്ങൾക്കൊക്കെ വളരെ കുറവുണ്ടാകും. ഇനി കന്നിക്കൂറ്, ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി, ഈ 3 നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് 14 വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. ശത്രുനാശം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം ഉണ്ടാകുക, രോഗനാശം ഉണ്ടാകുക, ലോക ബഹുമാനം ഉണ്ടാകുക, ധനലാഭം, നല്ല ആഹാര വസ്ത്രാദി ലാഭം, നിത്യത്തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകുക, വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പക്ഷേ 15 മുതൽ അനുകൂലനല്ലാതെ ആവുകയാണ്. വീട്ടുകാരും സ്നേഹിതരുമായിട്ടും ഒക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഭാര്യാപുത്രാദികൾക്കൊക്കെ ചില രോഗങ്ങളൊക്കെ വരുന്നതിന് സാധ്യത, യാത്ര ഉണ്ടാകുക,
പലയിടത്തും പരാജയങ്ങളുണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, ഗോളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക, ദോഷങ്ങൾ കുറയും. പിന്നെ കുജൻ 10ാം ഭാവത്തിൽ അത്ര അനുകൂലനല്ല, പക്ഷേ വക്രഗതിയിലാണ് 10ാം ഭാവത്തിലോട്ട് പോയിരിക്കുന്നത്. ആകയാൽ 11 എന്ന പോലെ നല്ല ഫലം തരുന്നതിന് സാധ്യതയുണ്ട്. കാര്യവിജയം, ആരോഗ്യം, ഭൂമി ലാഭം, ധാന്യാദി ലാഭം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലനല്ല. ബന്ധുമിത്രാദികളുമായിട്ടൊക്കെ ചില വഴക്ക് ഉണ്ടാകുന്നതിനോ പൊതുവെ ശത്രുത ഉണ്ടാകുന്നതിനോ സുഖഹാനിയൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ, അല്ലെ വിഷ്ണു ക്ഷേത്രത്തിലെ സഹസ്രനാമം അർച്ചന ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. വ്യാഴം അനുകൂല ഭാവത്തിലാണ് എങ്കിലും ഏപ്രിൽ 2-ാം തീയതി വരെ വ്യാഴത്തിന് വേദദോഷം ഭവിക്കുന്നു. അപ്പോൾ അത്ര അനുകൂലനല്ലാതെയാണ് ഫലങ്ങൾ തരിക. ധനക്ലേശം, സന്താനങ്ങൾ മൂലം മനക്ലേശം ഉണ്ടാകുക, കർമ്മ സംബന്ധമായിട്ടുള്ള ചില ക്ലേശങ്ങൾ, തടസ്സങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഈ സഹസ്രനാമം അർച്ചന ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിൽ. അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. പക്ഷേ ഏപ്രിൽ 2-ാം തീയതി വരെ ഉള്ളൂ ഇത്. ഏപ്രിൽ 2-ാം തീയതിക്ക് വേദദോഷം മാറുക. അപ്പോൾ വേദദോഷം തീർന്നു കിട്ടും. അപ്പം വ്യാഴം പിന്നീട് അങ്ങോട്ട് വളരെ നല്ല ഫലങ്ങൾ തന്നെ തരുന്നതാണ്. ധനലാഭം, ഭാഗ്യാനുകൂല്യം ഒക്കെ, അപ്രതീക്ഷിത ധനനേട്ടം തുടങ്ങിയ വളരെ നല്ല ഫലം തരുന്നതാണ്. പക്ഷേ ഇത് ഏപ്രിൽ 2 മുതലാണ്. പിന്നെ ശുക്രൻ അത്ര അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. സ്ത്രീകൾ മൂലം ക്ലേശങ്ങൾ, നിത്യത്തൊഴിലിൽ ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക, അത് ദോഷങ്ങൾ കുറച്ച് കിട്ടും. പിന്നെ ശനി അനുകൂല ഭാവത്തിലാണെങ്കിലും 9-ൽ വ്യാഴം നിൽക്കിയാലേ അത്ര അനുകൂലനല്ലാതെയാണ്. ശനിക്കും വേദം ഭവിക്കിയാലേ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക, ഫലം തരിക. നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സം വരിക, പിതൃബന്ധു ക്ലേശം തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം വഴിപാട് ചെയ്യുക, എള്ളുകിഴി കത്തിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷം കുറഞ്ഞു കിട്ടും. രാഹുകേതുക്കൾ അനുകൂലരല്ലാതെയാണ്, അപ്പോൾ നല്ല ദോഷപ്രദരാണ്. ശിവപ്രീതി വരുത്തുക, ദുർഗാദേവിയുടെ മന്ത്രം ജപിക്കുക, ഗണപതി ഭഗവാന് ഏറുതേങ്ങ നാളികേരം ഉടയ്ക്കലോ, അതുപോലെ ഈ ഗണപതി ഹോമം നടത്തൽ, നെയ്വിളക്ക് കത്തിക്കൽ, ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുക. അപ്പോൾ ഈ കേതുവിൻ്റെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. ഇനി തുലാക്കൂറ്. ചിത്തിര പകുതി, ചോതി, വിശാഖം, മുക്കാല് ഈ 3 നക്ഷത്രങ്ങളാണ് ഈ തുലാം രാശിയിലുള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ അത്ര അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സ്നേഹിതന്മാർ മൂലമായിട്ട് ക്ലേശങ്ങൾ, സന്താനങ്ങൾ മൂലം ക്ലേശങ്ങൾ, മനക്ലേശം, ശത്രുഭയം, ധനക്ലേശം, മനഃശാഞ്ചല്യം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാട് നടത്തുക. ഓം നമഃശിവായ 108 പ്രാവശ്യം വീതം കാലത്തും വൈകിട്ടും ജപിക്കുക. ദോഷങ്ങൾക്കൊരു കുറവുണ്ടാകുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ട് തീരുന്നതാണ് ഈ സൂര്യൻ. ശത്രുനാശം ഉണ്ടാകുക, സന്തോഷം ഉണ്ടാകുക, കാര്യലാഭം, രോഗനാശം, ലോക ബഹുമാനം തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തരുന്നതാണ്. അതുപോലെ നല്ല ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. നല്ല ആഹാര വസ്ത്രാദികളൊക്കെ ലഭിക്കുക. അതുപോലെ നിത്യത്തൊഴിലിൽ ഒരു ഉയർച്ച ഉണ്ടാകുന്നതിന്, അല്ലെ ലാഭം കൂടുതൽ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. കൂടുതൽ അതുമൂലം ധനവരവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. കുജൻ അത്ര അനുകൂലനല്ല. പണത്തിന് ഞെരുക്കം വരിക, ഉഷ്ണരോഗം, അപമാനം ഉണ്ടാകുക, ബലക്ഷയം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. അപ്പോൾ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ ബുധൻ അനുകൂലനാണ്. അന്നവസ്ത്രാദികളൊക്കെ ലഭിക്കുക, എന്നാൽ എല്ലായിടത്തും ഒരു ജയം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. വ്യാഴം 8-ാം ഭാവത്തിലാണ്. അത് ദോഷപ്രദൻ തന്നെയാണ്. വളരെ ക്ലേശിപ്പിക്കുന്നതിന് സാധ്യതയുണ്ട്. ഭാഗ്യക്കുറവ്, ധനനാശം, സ്ഥാനഭ്രംശം,
രോഗം, ദുഃഖം, സർക്കാർ മൂലമൊക്കെ ചില ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ, വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമ അർച്ചന ചെയ്യുക, ആ ദോഷങ്ങൾ കുറയും. പിന്നെ ശുക്രൻ അനുകൂലനല്ല. ശത്രുക്കൾ മൂലം ഉപദ്രവം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് തർക്കം ഉണ്ടാകുക, സന്താനങ്ങൾ കാരണമായിട്ട് മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. പ്രത്യേകിച്ച് മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തര ശതനാമങ്ങൾ ജപിക്കുക, ലക്ഷ്മി സ്തവം ജപിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ കുറയും. ദേവിയുടെ ഒരു മന്ത്രമുണ്ട്, ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ. ഈ മന്ത്രം 108 പ്രാവശ്യം ജപിച്ചോ വളരെ നന്നായിട്ട് വരും. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം കമലാവാസിന്യൈ സ്വാഹ. ഇതാണ് ലക്ഷ്മി ദേവിയുടെ മന്ത്രം, അത് ജപിച്ചോളാം. പിന്നെ ശനി 29-ാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം തരിക, ധനഹാനി ഉണ്ടാകുക, സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ പ്രത്യേകിച്ച് മനക്ലേശം ഉണ്ടാകുക, കുടുംബക്കാരുമായിട്ടോ ഒക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, സ്ത്രീകൾ മൂലമായിട്ട് മനക്ലേശം ഉണ്ടാകുക, പേരുദോഷം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അയ്യപ്പസ്വാമിക്കൊരു എള്ളുകിഴി അല്ലെ നീരാഞ്ജനം വഴിപാട് ചെയ്യുമോ നല്ലതാണ്. അത് അവരവരുടെ നാൾ വരുമ്പോൾ ചെയ്തോളൂ. നീരാഞ്ജനമാണെങ്കിൽ അതായാലും മതി, ദോഷം കുറഞ്ഞു കിട്ടും. എന്നാൽ 29-ാം തീയതി മുതൽ വളരെ അനുകൂലനായിട്ടാണ് ശനി വരിക. ധനധാന്യാഭിവൃദ്ധി ഉണ്ടാകുക, കുടുംബസുഖം ഉണ്ടാകുക, ശത്രുനാശം ഉണ്ടാകുക, അതുപോലെ രോഗശമനം ഉണ്ടാകുക, സുഖം തരിക, സർവ്വവിധമായ സുഖപ്രാപ്തിയും ലഭിക്കുന്നതാണ്. അതുപോലെ ഒരു ഗ്രഹലാഭത്തിനും സാധ്യത കാണുന്നുണ്ട്. തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഈ മാർച്ച് 29-ാം തീയതി മുതൽ. മാർച്ച് 29 മുതൽ അടുത്ത 2.5 വർഷത്തേക്ക് കഴിഞ്ഞ 5 വർഷം ക്ലേശിപ്പിച്ചതിൻ്റെ ബദലായിട്ട് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. 2 കൈയും കൊണ്ടും അനുഗ്രഹിക്കുന്നതാണ് ശനി. പിന്നെ രാഹു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ശത്രുനാശം, രോഗശമനം, നിത്യവൃത്തിയിലൊരു ഒരു ഉയർച്ച, നേട്ടങ്ങൾ തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ കേതു അത്ര അനുകൂലനല്ല. ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നല്ല ചെലവും നഷ്ടവും ഒക്കെ വരുത്തുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷം കുറയും എന്നാണ്. അതിന് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുക, ഗണപതി മന്ത്രം. കൂടാതെ ഗണപതി ഭഗവാന് നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ, നമ്മുടെ നക്ഷത്ര ദിവസങ്ങളിൽ ഒരു ഗണപതി ഹോമമോ ഏറുതേങ്ങായോ അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഇനി വൃശ്ചികക്കൂറ്. വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലെ. ഇവർക്ക് സൂര്യൻ മാസം മുഴുവനും അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, യാത്രാക്ലേശം, അതുപോലെ സ്ത്രീകൾ മൂലമായിട്ട് ക്ലേശങ്ങൾ, ഗൃഹകലഹങ്ങൾ ഉണ്ടാകേണ്ടി വരിക, സ്നേഹിതർ മൂലമോ സന്താനങ്ങൾ മൂലമോ ഒക്കെ ആയിട്ട് മനക്ലേശം ഉണ്ടാകുക, മനഃശാഞ്ചല്യം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തേണ്ട അത്യാവശ്യമാണ്. ഓം നമഃശിവായ ജപിച്ചുള്ള 108 പ്രാവശ്യം, അതും വളരെ നല്ലതാണ്. ഓം ഹ്രീം നമഃശിവായ ജപിച്ചുള്ള അതും വളരെ നല്ലതാണ്. ശക്തി പഞ്ചാക്ഷരിയാണ്. അപ്പോൾ കാലത്തും വൈകിട്ടും ഇത് ജപിക്ക് നല്ല അനുഭവം ഉണ്ടാകും, ദോഷങ്ങൾ കുറയും. കുജൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. സ്ഥാനഭ്രംശം, കടം, രോഗം, ദൂരയാത്ര, കാര്യതടസ്സങ്ങൾ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാട് നടത്തുക. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകും. ഒരു പുഷ്പാഞ്ജലിയെങ്കിലും നടത്തുന്നത് നല്ലതാണ്. ബുധൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. സന്താനങ്ങൾ മൂലമായിട്ടൊക്കെ മനക്ലേശം ഉണ്ടാകുക, വഴക്ക്, ശാരീരിക ക്ലേശങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലത് തന്നെയാണ്, ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്.
വളരെയേറെ അനുകൂലനായിട്ടാണ്. സർവകാര്യ വിജയം, സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുക, അധികാരങ്ങളൊക്കെ പലയിടത്തും ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. നാനാവിധമായ സുഖപ്രാപ്തി ഉണ്ടാകുക, വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് വിവാഹത്തിന് അനുകൂലമായ തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ ധനലാഭം ഉണ്ടാകുക, സന്താന ഭാഗ്യം ഉണ്ടാകുക, പിന്നെ സന്താനങ്ങൾ മൂലം സന്തോഷം ഉണ്ടാകുക, പല നേട്ടങ്ങളുണ്ടാകുക, നല്ല ആഹാരം, ആരോഗ്യം, ബുദ്ധിപൂർവമായിട്ടുള്ള പ്രവർത്തനങ്ങളെ, ജോലി സ്ഥലത്തൊരു ഉയർച്ച, പുതിയ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്, അതിന് ശ്രമിച്ചുകൊള്ളുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. കുടുംബ സൗഖ്യം, തൊഴിലിലൊരു ഉയർച്ച, ധനധാന്യാദി നേട്ടങ്ങളുണ്ടാകുക, സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക, നേട്ടങ്ങൾ ഉണ്ടാകുക, നല്ല ആഹാരം, എല്ലാവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി 29-ാം തീയതി വരെ കണ്ടകശനിയായിട്ടാണ് സഞ്ചരിക്കുക. സ്ഥാന പരിവർത്തനം, രോഗം, ബന്ധു വിയോഗം ഉണ്ടാകുക, ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാകുക തുടങ്ങിയ ദോഷപ്രദമായ ഫലങ്ങളാണ് തരിക. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് എള്ളുകിഴി, നീരാഞ്ജനം വഴിപാട് തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഈ ശനിദോഷം ഒന്ന് കുറഞ്ഞു കിട്ടും. എന്നാൽ 29-ാം തീയതി വരെയേ ഉള്ളൂ ഈ ദോഷങ്ങൾ. 29-ാം തീയതി ഇവരുടെ കണ്ടകശനി തീരുകയാണ്. ഇവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ഈ കർക്കിടകൂറുകാരെ പോലെ ഇവരും അത്യധികം ക്ലേശിക്കുന്ന സമയമായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇവരുടെ കണ്ടകശനി തീരുകയാണ്. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. അത് വളരെ നല്ലത് തന്നെയാണ്. പിന്നെ രാഹു ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുക. ധാരയോ കുവളമാലയോ ഒക്കെ വഴിപാട് ചെയ്തോളൂ, നല്ലതാണ്. ഓം നമഃശിവായ ജപിച്ചോ, അതും നല്ലതാണ്. അതുപോലെ ഓം ഹ്രീം ദും ദുർഗായൈ നമ എന്ന ദുർഗാ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഈ രാഹുവിൻ്റെ ദോഷത്തിനൊരു കുറവുണ്ടാകും. പിന്നെ അതുപോലെ അടുത്ത ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും സർപ്പപൂജ, ആയില്യപൂജ നടത്തുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആയില്യത്തിന് ഒരു സർപ്പപൂജയോ നൂറും പാലും വഴിപാട് അല്ലെങ്കിൽ ഈ മഞ്ഞളഭിഷേകമോ ഒക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതും നല്ലത് തന്നെയാണ്. പിന്നെ കേതു വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്, വളരെ നല്ലതാണ്. ഇനി ധനുക്കൂറ്, മൂലം, പൂരാടം, ഉത്രാടം, കാല്, ഈ 3 നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ വളരെ അനുകൂലനാണ്. രോഗമുക്തി, മനസുഖം, മിത്രങ്ങൾ മൂലമായിട്ടൊക്കെ നേട്ടങ്ങളെ, സുഖം തരിക, ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാകുക, ധനലാഭം ഉണ്ടാകുക, അതുപോലെ സ്ഥാനമാന ലാഭമൊക്കെ ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. എന്നാൽ 15-ാം തീയതി മുതൽ അങ്ങോട്ട് അത്ര അനുകൂലനല്ലാതെയാണ് മാറുക. ശരീരക്ലേശം ഉണ്ടാകാം, യാത്രാക്ലേശം ഉണ്ടാകാം, സ്ത്രീകൾ കാരണമായിട്ട് ക്ലേശങ്ങൾ, ഗ്രഹകലഹങ്ങളുണ്ടാകാം തുടങ്ങിയ ദോഷപ്രദമായ ഫലങ്ങളൊക്കെ തരുന്നതാണ്. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകളൊക്കെ നടത്തുക. ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടുന്നതാണ്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുക. ധനനാശം, വീട്ടുകാരുമായിട്ടൊക്കെ പിണക്കം ഉണ്ടാകുക, ഭാര്യയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക, ദോഷത്തിനൊരു കുറവുണ്ടാകും. പിന്നെ ബുധൻ വളരെയേറെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം ഉണ്ടാകുക, മനസുഖം, മാതാവ് മൂലം സന്തോഷം, പല നേട്ടങ്ങൾ, കുടുംബസുഖം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. എന്നാൽ വ്യാഴം അത്ര അനുകൂലനല്ലാതെയായിട്ടാണ് സഞ്ചരിക്കുക. ദുഃഖം പൊതുവെ തരുന്നതാണ്. ഭാര്യാപുത്രാദികളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, അഗ്നിഭയം ഉണ്ടാകുക, ധനം, സ്വർണം ഒക്കെ നഷ്ടപ്പെടുന്നതിനോ മോഷണം പോകുന്നതിനോ ഒക്കെ സാധ്യത ഉണ്ടാകുക തുടങ്ങിയ ദോഷപ്രദമായിട്ടുള്ള സമയമാണ്. പൊതുവെ അനുഭവ യോഗം കുറയുന്നതാണ്. ജോലി സ്ഥലത്ത് ചില ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. ജോലി മാറുന്നതിനോ നഷ്ടമാകുന്നതിന് വരെയും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കല്, അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിലൊരു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തൽ,
ഏതെങ്കിലും ഇതൊന്ന് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് മെയ് വരെയുള്ള സമയം വളരെ ദോഷപ്രദം തന്നെയാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സ്നേഹിതർ മൂലം സന്തോഷം, പുതിയ സ്നേഹബന്ധങ്ങൾ തുടങ്ങുക, കുടുംബ സുഖം ലഭിക്കുക, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ ശനി വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആരോഗ്യം അനുകൂലമാകുക, സുഖം ലഭിക്കുക, സർവകാര്യ വിജയമുണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, ഉദ്യോഗ ലാഭം ഉണ്ടാകുക, സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക, ശത്രുനാശം ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. പിന്നെ രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. മഹാദേവന് യഥാശക്തി വഴിപാട് നടത്തുക, ധാര, കൂളമാല തുടങ്ങിയ വഴിപാട് നടത്തുക. ദുർഗാദേവിക്ക് വഴിപാട് പുഷ്പാഞ്ജലിയോ നെയ്വിളക്കോ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഓം നമഃശിവായ ജപിക്കുക. സർപ്പപൂജ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷം കുറയുന്നതാണ്. പിന്നെ ഗണപതി പ്രീതി വരുത്തിക്കഴിഞ്ഞാൽ കേതുവിൻ്റെ ദോഷവും കുറയുന്നതാണ്. ഇനി മകരക്കൂറ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം പകുതി ഈ 3 നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് 14-ാം തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം, ധനക്ലേശം, വ്യാപാരാദികളിലൊക്കെ ഒരു നഷ്ടമോ ചതിവ് പറ്റലോ ഒക്കെ തുടങ്ങിയ ദോഷങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ മഹാദേവന് ധാര, ഗോളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ദോഷങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പക്ഷേ എന്നാൽ ഇത് 14-ാം തീയതി വരെ ഉള്ളൂ ഈ ദോഷങ്ങളെ. 15-ാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ട് മാറുന്നതാണ്. രോഗമുക്തി, മനസുഖം, മിത്രങ്ങൾ മൂലം സന്തോഷം, നേട്ടങ്ങൾ, ശത്രുപരാജയം, ധനലാഭം, സ്ഥാനമാന ലാഭം, ശത്രുനാശം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ കുജൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, വസ്ത്രാഭരണാദി ലാഭം, പ്രശസ്തി, ശത്രുനാശം, പൊതുവെ ഒരു സന്തോഷപ്രദം ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാകുക, സർവകാര്യ വിജയം ഉണ്ടാകുക, രോഗശമനമുണ്ടാകുക, നിത്യ തൊഴിലിലൊരു ഉയർച്ച, നിത്യ വരുമാന മാർഗത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകുക, നേട്ടം കൂടുതൽ ഉണ്ടാകുന്നതിന് സാധ്യത ഉണ്ടാകുക, ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന വഴക്കിന് അല്ലെ അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഒരു പരിസമാപ്തിയാകുന്നതാണ്, രമ്യതയിലാകുന്നതാണ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ബുധൻ അനുകൂലനല്ല. ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, വഴക്കുണ്ടാകുക, സഹോദര സ്ഥാനീയർ ശത്രുക്കളാവുക, പിതാവ് മൂലം മനക്ലേശം ഉണ്ടാകുക തുടങ്ങിയ ദോഷാനുഭവങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നു. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ദോഷം കുറയും. പിന്നെ വ്യാഴം വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സുഖം, ഉന്നതി, ധനാഗമനം, അതുപോലെ കാര്യവിജയം, ബന്ധുസുഖം ഉണ്ടാകുക, ധനലാഭം ഉണ്ടാകുക, അതുപോലെ സന്താനഭാഗ്യം ഉണ്ടാകുക, സന്താനങ്ങൾ മൂലം പല നേട്ടങ്ങൾ, സന്തോഷങ്ങൾ ഒക്കെ ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യമൊക്കെ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. പ്രൊമോഷൻ മുതലായ കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. ശമ്പള വർധനവ്, ഇതിങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെയും സാധ്യത ഉണ്ട്. പിന്നെ വിവാഹം നടക്കാതിരുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അതുപോലെ വിദേശത്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ്. അങ്ങനെ വളരെയേറെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ ശുക്രൻ അത്ര അനുകൂലനല്ല. വ്യവസായം, ബിസിനസ് തുടങ്ങിയ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ നഷ്ടത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഷെയർ ബിസിനസ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. അത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നഷ്ടം വരുന്നതിനും സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ ദേവീപ്രീതി വരുത്തുക. ഈ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തര ശതമുണ്ട്, ലക്ഷ്മി സ്തവമുണ്ട്, അതൊക്കെ ചെയ്യുക, പിന്നെ വായിക്കുക. പിന്നെ മഹാലക്ഷ്മി ക്ഷേത്രത്തിലൊരു പുഷ്പാഞ്ജലി നടത്തലോ നെയ്വിളക്ക് കത്തിക്കലോ എന്തെങ്കിലും ഒന്ന് ചെയ്തോ നന്നായിട്ട് വരും. ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ ശനി 7.5 ശനിയായിട്ട് തന്നെ തുടരുന്നു.
അത് ദോഷപ്രദമാണ്. അപ്പോൾ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, എള്ളുകിഴി തുടങ്ങിയ വഴിപാടുകൾ നടത്തുക ഈ 7.5 ശനിയുടെ ക്ലേശത്തിനൊരു കുറവുണ്ടാകുന്നതാണ്. പക്ഷേ ഈ 7.5 ശനി 29-ാം തീയതി വരെ ഉള്ളൂ. 29-ാം തീയതി ഇവരുടെ 7.5 ശനി എന്നത്തേക്കുമായിട്ട് തീർന്നു കിട്ടുകയാണ്. 7.5 വർഷം കൊണ്ട്, കഴിഞ്ഞ ഒരു 7.5 വർഷം കൊണ്ട് ക്ലേശിപ്പിച്ചിരുന്ന 7.5 ശനി തീരുകയാണ് ഈ 29-ാം തീയതി. ഇവരും രക്ഷപ്പെട്ടു എന്ന് വേണം പറയുവാൻ. വളരെയേറെ ക്ലേശിപ്പിച്ചതാണ് ഈ കഴിഞ്ഞ 7.5 വർഷം കൊണ്ട്. അതിപ്പോൾ കംപ്ലീറ്റ് തീരുകയാണ് മാർച്ച് 29-ാം തീയതി. ശരിക്കും രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയുവാൻ. അപ്പോൾ രാഹു വളരെ അനുകൂലനായിട്ടാണ്. ശത്രുത കുറയും, രോഗശമനം ഉണ്ടാകുന്നു, ധനനേട്ടം തരുന്നതാണ്. പല നല്ല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. എന്നാൽ കേതു ദോഷപ്രദനായിട്ടാണ്. പിതാവ് മൂലമായിട്ടോ ഒക്കെ ബന്ധുക്കൾ മൂലമായിട്ടോ ഒക്കെ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ പല നഷ്ടങ്ങൾക്കും ഭാഗ്യക്കുറവിനുമൊക്കെ ഒരു സാധ്യത കാണുന്നു. ഗണപതി ഭഗവാന് യഥാശക്തി വഴിപാട് ചെയ്യുക, അതുപോലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും നല്ലതാണ്. ഈ ഭാഗ്യ കുറവ് മാറിക്കിട്ടും. ഓം ഗം ഗണപതേ നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഗണപതിക്കൊരു പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ ഒരു ഗണപതി ഹോമം നടത്തുക നമ്മുടെ പിറന്നാൾ ദിവസങ്ങളിൽ, നാൾ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തിയാൽ നല്ലതാണ്. ഒരു നാളികേര ഉടയ്ക്കൽ ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഗണപതിയുടെ അനുഗ്രഹം കിട്ടും. ഗണപതി സന്തോഷിച്ചു കഴിഞ്ഞാൽ ഈ കേതുവിൻ്റെ ദോഷം ഉണ്ടാകില്ല. ഇനി കുംഭക്കൂറ്. അവിട്ടം, പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ ഈ 3 നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുക. മനക്ലേശം ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക, ഉദര സംബന്ധമായ ക്ലേശങ്ങളെ, ചതിവ് പറ്റുക, ധനനഷ്ടം ഉണ്ടാകുക, വ്യാപാര നഷ്ടം ഉണ്ടാകുക, കൃഷിപ്പിഴ ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ മഹാദേവനെ ധാരയോ കൂളമാലയോ ഒക്കെ വഴിപാട് നടത്തുക, ഓം നമഃശിവായ ജപിക്കുക. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അനുകൂലനല്ലാതെയാണ് എങ്കിലും വക്രഗതിയിലാകയാൽ ദോഷപ്രദൻ അല്ല. എങ്കിലും സുബ്രഹ്മണ്യസ്വാമിക്ക് ഒരു പുഷ്പാഞ്ജലി നടത്തുന്നത് നന്നാണ്. പിന്നെ ബുധൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. സന്തോഷം, ആഭരണാദിലാഭം, ധനനേട്ടം, വിദ്യാനേട്ടം ഇതിനൊക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വ്യാഴം അനുകൂല ഭാവത്തിൽ അല്ല സഞ്ചരിക്കുന്നതെങ്കിലും വ്യാഴത്തിന് വിപരീത വേദം ഭവിക്കിയാൽ വളരെയേറെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. ദോഷ സ്ഥലത്താണ് നിൽക്കുന്നത്, പക്ഷേ വിപരീത വേദം നിമിത്തം അനുകൂലനായി മാറുന്നതാണ്. അത് നല്ല സുഖം, ഉന്നതി, ധനാഗമനം, സർവകാര്യ വിജയം, ബന്ധുസുഖമൊക്കെ ഉണ്ടാകുക, സ്ഥാനമാനം ലഭിക്കുക, സന്താനങ്ങൾ മൂലമൊക്കെ സന്തോഷം ഉണ്ടാകുക, സർക്കാർ ആനുകൂല്യം ഉണ്ടാകുക, അതുപോലെ ഓഫീസിലൊക്കെ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ് തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശുക്രൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുന്നത്. തുടർച്ചയായിട്ടുള്ള ധനലാഭം ഉണ്ടാകുക, ലോക ബഹുമാനം, സർവ്വവിധമായ സുഖപ്രാപ്തി, വസ്ത്രാഭരണാദി ലാഭം, ആരോഗ്യം, ഉത്തമമായിട്ടുള്ള ആഹാരം തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ്. ശനി ശനിയായിട്ട് തന്നെയാണ് തുടരുന്നത്. നന്നെ ക്ലേശിപ്പിക്കുന്നുണ്ട്. അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള സമയമാണ്. വീട്ടിലെ, കുടുംബത്തിലെ, പിന്നെ ഓഫീസിലെ എല്ലായിടത്തും ക്ലേശവും ദുഃഖവും ഒക്കെ തരുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അയ്യപ്പന് ഒരു നീരാഞ്ജനമോ എള്ളുകിഴിയോ എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളെ, അതുപോലെ പൂയം, അനിഴം, ഉത്രട്ടാതി ഈ 3 നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളെ ഇതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. നല്ല ക്ലേശത്തിന് സാധ്യതയുണ്ട്. പണ ഇടപാടുകളൊക്കെ മാറ്റിവെക്കുക, യാത്രകൾ കഴിയുന്നതും മാറ്റിവെക്കുക, ശനിയാഴ്ച ദിവസം ചെയ്യാതിരിക്കുക, അതൊക്കെ ഒന്ന് നോക്കുക.
രാഹു കേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക. ധനക്ലേശത്തിന് സാധ്യതയുണ്ട്, പൊതുവെ ടെൻഷൻ തരുന്നതാണ്. അതുപോലെ തന്നെ കേതുവും ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. അപ്പോൾ മഹാദേവന് ധാര ഗോളമാലയൊക്കെ ചേർത്തുക, ഗണപതി പ്രീതി വരുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവുണ്ടാകുന്നതാണ്. ഇനി മീനക്കൂറ്. പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി ഈ 3 നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് മാസം മുഴുവനും സൂര്യൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുമിത്രാദി വിയോഗം ഉണ്ടാകുക, സ്ഥാനഭ്രംശം ഉണ്ടാകുക, കാര്യതടസ്സം ഉണ്ടാകുക, ധനനഷ്ടം ഉണ്ടാകുക, അതുപോലെ സ്നേഹിതരും വീട്ടുകാരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമോ കലഹമോ ഒക്കെ തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു. അപ്പോൾ മഹാദേവന് ധാര, കൂവളമാല തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു കുറവ് ഉണ്ടാകുന്നതാണ്. പിന്നെ കുജൻ അനുകൂലൻ അല്ലാതെയാണ് സഞ്ചരിക്കുന്നത്. ബന്ധുവിരോധം ഉണ്ടാകുക, രക്തസംബന്ധമായിട്ടുള്ള രോഗം ക്ലേശപ്പെടുത്തുക, സ്ഥാനഭ്രംശം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിക്ക് കഴിവിനനുസരിച്ചൊരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ബുധൻ അത്ര അനുകൂലൻ അല്ല. ധനനാശം ഉണ്ടാകുക, ബന്ധുക്കളുമായിട്ട് വിരോധം ഉണ്ടാകുക, ദുഷ്ടജനസംസർഗം ഉണ്ടാകുക തുടങ്ങിയ ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ദോഷം കുറച്ച് തരുന്നതാണ്. പിന്നെ വ്യാഴം അനുകൂലനല്ല. ഉപദ്രവം, തടസ്സങ്ങൾ, സ്ഥാനഭ്രംശം, തൊഴിൽ സ്ഥലത്ത് ക്ലേശങ്ങൾ, ബന്ധുക്കളുമായിട്ടൊക്കെ വഴക്ക്, രോഗക്ലേശങ്ങളുണ്ടാകുക, പിതാവ് മൂലം മനക്ലേശം, ജോലി സ്ഥലത്ത് ചില മാറ്റങ്ങൾ തുടങ്ങിയ ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അത്യാവശ്യമാണ്. അതുപോലെ വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരു സഹസ്രനാമ അർച്ചന, സഹസ്രനാമ പുഷ്പാഞ്ജലി ഇതൊന്ന് ചെയ്യുന്നത് നല്ലതാണ്. അത് വ്യാഴാഴ്ചയോ ജന്മനാളിലോ ചെയ്യുക, ദോഷം കുറയും. ഓഫീസിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം, പുണർതം, വിശാഖം, പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലൊക്കെ ഓഫീസിലായാലും മറ്റുള്ളവർ ഡീൽ ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പിന്നെ ശുക്രൻ അനുകൂലൻ ആയിട്ടാണ് സഞ്ചരിക്കുക. ധനലാഭം, സുഖപ്രാപ്തി, ശത്രുനാശം, മനസമാധാനം ഉണ്ടാകുക, സർവ്വവിധമായ സുഖപ്രാപ്തി തുടങ്ങിയ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ്. പിന്നെ ശനി 7ര ശനിയായിട്ട് ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക. എങ്കിലും ശനിക്ക് വിപരീത വേദം ഭവിക്കിയാൽ ശനി വളരെ അനുകൂലനായിട്ടാണ് ഫലം തരുന്നത്. കാര്യവിജയം ഉണ്ടാകുക, ആരോഗ്യം, ധനലാഭം, സുഖം, പിന്നെ പുതിയ ഉദ്യോഗം ലഭിക്കുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ്. പിന്നെ രാഹുകേതുക്കൾ അത്ര അനുകൂലരല്ലാതെയാണ്. അപ്പോൾ ശിവപ്രീതി വരുത്തുക, സർപ്പപൂജ ചെയ്യുക, പിന്നെ ഗണപതി പ്രീതി വരുത്തുക. അങ്ങനെ ഗണപതിക്ക് നാളികേര ഉടയ്ക്കലോ ഒരു പുഷ്പാഞ്ജലി നടത്തലോ ഒരു നെയ്വിളക്ക് കത്തിക്കലോ എന്തെങ്കിലും ഒന്ന് ചെയ്യുക. ഓം ഗം ഗണപതിയെ നമ എന്ന ഗണപതി മന്ത്രം ജപിക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പം ഈ ദോഷങ്ങളൊക്കെ കുറഞ്ഞു കിട്ടുന്നതാണ് കേതുവിൻ്റെ. അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ശുഭമസ്തു. ഓ